ഈ തറവാട് കുളം തോണ്ടാൻ ഒരുത്തനെത്തി കഴിഞ്ഞു. ലാലേട്ടന്റെ ഒരു സ്ലീപ്പർ സെൽ ഫാൻസ് ഉണ്ടല്ലോ. ഈ പറയുന്ന പോലെ എന്തിറങ്ങിയാലും ഈ പറയുന്ന പോലെ പരാതിയും പരിഭവമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ആ മനുഷ്യൻ എന്താണോ ആ മനുഷ്യൻ നല്ലത് ചെയ്യുമ്പോൾ കൈയടിക്കാനും മോശം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സ്ലീപ്പർ സെൽ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓഡിയൻസിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവരിറങ്ങണം ഈ സിനിമ കാണാൻ. രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കിട്ടിയ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. When he does that, നിങ്ങൾ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, പേടിക്കേണ്ടടുത്ത് പേടിക്കും. പുള്ളി എന്ത് ഇമോഷൻസ് ആണ് നമുക്ക് തരുന്നത് അത് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനൊരു ലാലേട്ടൻ ഉണ്ട് മക്കളെ. ആ മനുഷ്യനെ ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട് ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. മോഹൻലാൽ തുടരും. അല്ല, മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം ആ നടൻ തന്റെ തട്ടകത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ വെറുതെ കയറി വന്നതല്ല. വിന്റേജ് മോഹൻലാൽ എന്നും ക്ലാസിക് മോഹൻലാൽ എന്നും സ്റ്റൈലിഷ് മോഹൻലാൽ എന്നും കാലാകാലങ്ങളിൽ നേടിയ പട്ടങ്ങളെ ഉരുക്കി ചേർത്തൊരുക്കിയ പവർഫുൾ ആയ ഒരു ഷൺമുഖനുമായാണ് ഈ വരവ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി മാറ്റി പറയാന്ന് വെച്ചാ തലമുറകളുടെ നായകനായിട്ടുള്ളൊരു മോഹൻലാലിനെ കാണാൻ. സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഞാൻ നിങ്ങളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ഷോക്കുള്ള വണ്ടികൾ കേറിയിട്ടില്ല. ഇത് ഈ ഷോയുടെ വണ്ടികളാണ്. കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടം, ഒന്നും പറയാനില്ല. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. പേര് കൊത്തിയിട്ട സിംഹാസനം വലിച്ചിട്ട് ഇരുപ്പുറപ്പിച്ചിട്ടുമുണ്ട്. ഇത് മോളിവുഡ് അല്ല, മോഹൻലാൽ വുഡാണെന്ന ആരാധകരുടെ അഹങ്കാരത്തിന് വിശ്വാസത്തിന് മേലാണ് രാജാവ് തന്നെ ചെങ്കോല് കുത്തി നിർത്തിയിരിക്കുന്നത്. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും ഒരുപാട് മുമ്പേ പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെങ്കിലും ചെയ്തു. മൂർത്തി, എനിക്ക് ഇത്തരം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നല്ല സിനിമയായിട്ട് ഇത് മാറും. മൂർത്തി വളരെ പ്രതീക്ഷ തരുന്നൊരു ഡയറക്ടറായിട്ട് മാറട്ടെ. നിങ്ങൾ മരണമാസല്ല, കൊല്ലമാസം. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എക്സലന്റിനേക്കാളും ഒക്കെ അപ്പുറത്തൊന്നും വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു നിമിഷം പോലും നമ്മൾ ഇങ്ങനെ ആയിരിക്കും സ്ക്രിപ്റ്റ് മാറുന്നത് ചിന്തിച്ചില്ല. കുറച്ച് ഡൗട്ട് അവിടെ ഇവിടെയൊക്കെ തന്നു. നല്ല മൂവിയായിരുന്നു. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. നമ്മളൊക്കെയും ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കാത്തിരുന്നൊരു ലാലേട്ടനില്ലേ? ഒരു ഭാരം എന്നോണം അയാൾക്കുമേൽ കെട്ടിവെച്ച സൂപ്പർ സ്റ്റാർഡം അഴിച്ചു വെച്ചൊരു പെർഫോമറുടെ വരവില്ലേ? നമ്മളിൽ ഒരാളായി റോ ആയി പച്ചമണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു മോഹൻലാലില്ലേ? തുടരും കാത്തുവെച്ചത് അങ്ങനെ ഒരു സമ്മാന പൊതിയായിരുന്നു. ആള് തമ്പുരാനാണെന്ന് മാത്രമല്ല, ചില്ലറ പുള്ളിയല്ല, ഐരാവത അയച്ചോ. ഞെട്ടിച്ച് നല്ല അടിപൊളി പടം, സൂപ്പർ പടം. മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തുടരും. ശംഭോ മഹാദേവ.